ഇതുപോലെ ചുറിയുറക്കുള്ള ഒരു പ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹം ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു. ഇതെല്ലാം ഒരു നഷ്ടമാണ്, നമുക്ക് വേർപാട് വേദനയുളവാക്കുന്നതാണ്. ഞാൻ കണ്ണനിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഏൽപ്പിക്കുന്ന ജോലി അത് കൃത്യമായി സത്യസന്ധമായി ആത്മാർത്ഥമായി അത് നിർവഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കണ്ണൻ. അതിനകത്ത് ഏത് പ്രതിബന്ധവും അദ്ദേഹത്തിന് പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ യാത്രയയപ്പ് തന്നെയാണ് അദ്ദേഹത്തിനുള്ള അംഗീകാരം. ശ്രീ കണ്ണൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് കോൺഗ്രസിൻ്റെ MLA ആകേണ്ട വ്യക്തിയായിരുന്നു. അപ്പോഴാണ് വിധിയുടെ ഈ വിളയാട്ടം ഉണ്ടായിരിക്കുന്നത്. എനിക്കറിയാം, CPMൻ്റെ സാധാരണ പ്രവർത്തകർ പോലും പറയുന്നത് ഈ തവണ ഞങ്ങൾ കണ്ണൻ വോട്ട് ചെയ്യുമെന്നായിരുന്നു. അത്ര ജനപിന്തുണയായിട്ട് ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം അടൂരിൽ കഴിഞ്ഞ തവണ തോറ്റു, ഈ തവണ അവിടെ തന്നെ തട്ടകമാക്കി. MG കണ്ണൻ എന്ന യുവരാഷ്ട്രീയ നേതാവിന് കണ്ണീരോടെ വിട. പത്തനംതിട്ട കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരിക്കുമ്പോഴാണ് പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിനെ ശനിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയും ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് ഈ യുവനേതാവായ ജനപ്രിയനായ MG കണ്ണൻ്റെ വേർപാട്. ജനപ്രതിനിധിയായും അടൂർ മണ്ഡലത്തിൻ്റെ UDF സ്ഥാനാർത്ഥിയുമൊക്കെയായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന യുവരാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗം സഹപ്രവർത്തകർക്കാകെ തീരാ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പഥങ്ങൾ, അദ്ദേഹം മാതൃകയാക്കിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ബാക്കി വെച്ച പ്രവർത്തനങ്ങൾ ഒക്കെ ഇനിയും ഈ സഹപ്രവർത്തകർക്ക് ശക്തി നൽകാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം മതി. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ സഹപ്രവർത്തകർ ഓർത്തെടുക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ MG കണ്ണൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അത്യധികം ദുഃഖത്തിലും വേദനയിലുമാണ്. കാരണം ഇതുപോലെ ചുറിയുറക്കുള്ള ഒരു പ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ശ്രീ കണ്ണനെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ആദ്യം നോമിനേറ്റ് ചെയ്ത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു അടുപ്പം, ആ സ്നേഹം അത് പുലർത്തുകയും എന്നോട് പ്രത്യേകമായൊരു സ്നേഹം കാണിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്തിൽ 2 തവണ വിജയിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് വിജയിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കണ്ണനിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഏൽപ്പിക്കുന്ന ജോലി അത് കൃത്യമായി സത്യസന്ധമായി ആത്മാർത്ഥമായി അത് നിർവഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കണ്ണൻ. അതിനകത്ത് ഏത് പ്രതിബന്ധവും അദ്ദേഹത്തിന് പ്രശ്നമല്ലായിരുന്നു. പത്തനംതിട്ടയിൽ തന്നെ പലപ്പോഴും പോലീസുമായിട്ടുണ്ടാകുന്ന നിരവധി ലാത്തിച്ചാർജുകൾ, ഒരു വിഷയത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരെ, തൻ്റെ കൂടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരെ അത് അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു. അതുകൊണ്ടാണ് വലിയ ലാത്തിച്ചാർജിൽ തലപൊട്ടി. എനിക്ക് തോന്നി ഇപ്പോൾ തന്നെ ഈ സ്ട്രോക്ക് ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ ലാത്തിച്ചാർജാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതുപോലെ ആസകലം അടിയും തലയ്ക്ക് അടിയുമൊക്കെ ആയിട്ട് ചോരയിൽ കുളിച്ച് കിടക്കുന്ന കണ്ണനെ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സഹപ്രവർത്തകനാണ്. തൻ്റെ ആരോഗ്യം പോലും വകവെക്കുക. അദ്ദേഹത്തിന് 2-3 ദിവസം മുമ്പ് ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. മുഖം കൂടുന്നു, അതുപോലൊപ്പം തന്നെ ക്ഷീണം ഉണ്ടാകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും കഴിഞ്ഞ തവണ അദ്ദേഹം അടൂരിലാണ് മത്സരിച്ചത്. അടൂർ മത്സരിച്ച് ഏകദേശം 2000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഈ തവണ അവിടെ ശ്രീ കണ്ണൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ച് കോൺഗ്രസിൻ്റെ MLA ആകേണ്ട വ്യക്തിയായിരുന്നു. അപ്പോഴാണ് വിധിയുടെ ഈ വിളയാട്ടം ഉണ്ടായിരിക്കുന്നത്. വലിയ ദുഃഖമുണ്ട്. ആ കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ, കുഞ്ഞുങ്ങളുടെ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ഒരു കുടുംബമാണ്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനും അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനും എപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട DC പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ MPയും MLAമാരും എല്ലാം തീരുമാനിച്ചൊരു കാര്യം, ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനുമില്ല. അപ്പോൾ ആ കാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തനമുള്ള അന്ത്യാഞ്ജലി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോൾ DCC ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരികയാണ്. രാവിലെ പരിമല ഹോസ്പിറ്റലിൽ നിന്നും എടുത്ത് കൊണ്ടുവന്നപ്പോൾ വഴിനീളെ
ആളുകൾ കാത്തു നിൽക്കുകയാണ്. കാരണം അപ്പോൾ ഒരു ജനപിന്തുണ എന്ന് പറയുന്ന വലിയ ജനപിന്തുണയായിരുന്നു. സാധാരണക്കാരാണ് കൂടുതൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളും. എനിക്കറിയാം CPM സാധാരണ പ്രവർത്തകർ പോലും പറയുന്നത് ഈ തവണ ഞങ്ങൾ കണ്ണൻ വോട്ട് ചെയ്യുമെന്നായിരുന്നു. അത്ര ജനപിന്തുണയായിട്ട് ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം അടൂരിൽ കഴിഞ്ഞ തവണ തോറ്റു, ഈ തവണ അവിടെ തന്നെ തട്ടകമാക്കി പ്രവർത്തിച്ചുകൊണ്ടായി ഇരിക്കുകയായിരുന്നു. വലിയ വിജയം നേടാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷേ വിധി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അത് അംഗീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ആ കുടുംബത്തിനുണ്ടായ വലിയ വേദനയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ എല്ലാവിധമായ ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങൾ DCCയുടെ ഈ നവീകരിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. വളരെ താഴ്ന്ന നിലയിൽ നിന്നും സംഘടനാപരമായ പ്രവർത്തനങ്ങളിലൂടെ കഴിവ് തെളിയിച്ച് കടന്നു വന്ന ഊർജ്ജസ്വലനായ ഒരു യുവ നേതാവായിരുന്നു ശ്രീ MG കണ്ണൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്, ഒരു നഷ്ടമാണ്. വളരെ പ്രതീക്ഷ നൽകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അടൂരിൽ നിന്നും വിജയിക്കുവാനുള്ള, കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഈ പ്രാവശ്യം അദ്ദേഹം അടൂരിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ ആയിരിക്കുമായിരുന്നു സ്ഥാനാർത്ഥി. സ്വാഭാവികമായും അദ്ദേഹം ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു. ഇതെല്ലാം ഒരു നഷ്ടമാണ്. നമുക്ക് വേർപാട് വേദനയുളവാക്കുന്നതാണ്. പക്ഷേ ശ്രീ കണ്ണൻ്റെ വേർപാട് ഇപ്പോഴും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. MG കണ്ണന് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ യാത്രയയപ്പ് തന്നെയാണ് അദ്ദേഹത്തിനുള്ള അംഗീകാരം. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു യുവ നേതാവായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു നേതാവ് കൂടെയായിരുന്നു അദ്ദേഹം. ഏത് സമയത്തും ആർക്കും സഹായവുമായി എത്തിച്ചേരുന്ന ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് വന്ന് സാധാരണക്കാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ഒരു ആളാണ് MG കണ്ണന്. ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംരക്ഷിക്കും എന്ന് പറഞ്ഞത് തന്നെ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം എന്നും ഈ പാർട്ടി കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. MG കണ്ണൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്കെല്ലാം മാനസികമായ ബുദ്ധിമുട്ടുമുണ്ട്. ഒരുമിച്ച് പ്രവർത്തിച്ചതല്ലേ? ഞാൻ ജില്ലാ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ സംസ്ഥാന ഭാരവാഹിയായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിനെയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒന്നിച്ച് യാത്ര ചെയ്യുകയും അദ്ദേഹവുമായിട്ട് സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുകയും പാർട്ടിക്ക് അതീതമായി മാനസികമായിട്ട് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നവരാണ്. പാർട്ടിയിൽ ചെറിയ പിണക്കവും ഇണക്കവും എല്ലാം ഉള്ളതാണ്. എങ്കിൽ പോലും പരസ്പരമുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ എന്നും MG കണ്ണൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ വീട്ടുകാർക്കൊപ്പം തന്നെ ഞങ്ങളും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം എന്നും ഈ പാർട്ടിയും ഞങ്ങളും കൂടെ കാണും.